നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. വയനാടിന്റെ കണ്ണുനീർ നേരിട്ടറിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ്. ചൂരൽമലയിലും വെള്ളാർമല സ്കൂളിലും ദുരന്തത്തിന്റെ തീവ്രത നേരിട്ടറിഞ്ഞ് മോദി. യുകെയിലെ കുടിയേറ്റ വിരുദ്ധ കലാപം സർക്കാർ അടിച്ചൊതുക്കി. വരും ദിവസങ്ങളിലും അക്രമ സംഭവങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. അനിശ്ചിതത്വത്തിന് വിരാമമായി. കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും ഏറ്റുമുട്ടും. പ്രസിഡൻഷ്യൽ സംവാദത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പേടിച്ചൊളിച്ചോടിയെന്ന കമലാ ഹാരിസിന്റെ വെല്ലുവിളി സ്വീകരിച്ച് ഡൊണാൾഡ് ട്രംപ്. ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഹമാസിനോടും ഇസ്രയേലിനോടും മധ്യസ്ഥ രാജ്യങ്ങൾ. അമേരിക്കയും ഖത്തറും ഈജിപ്തും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 ആൺകുട്ടികളുടേത് 15 വയസ്സുമാക്കുന്നു. വിവാഹപ്രായം കുറയ്ക്കാനുള്ള നിയമ ഭേദഗതിക്കെതിരെ ഇറാഖിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബില്ല് നിയമമായാൽ പെൺകുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെ അപകടത്തിലാകുമെന്ന് ആക്ടിവിസ്റ്റുകൾ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട വൻ വെളിപ്പെടുത്തൽ ഉടൻ പുറത്തുവിടുമെന്ന് ഹിൻഡൻബർഗ്. വെളിപ്പെടുത്തൽ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചാണോ എന്ന് വ്യക്തമല്ല. 2022 അദാനിയെ കുടുക്കിയ US നിക്ഷേപ ഗവേഷണ സ്ഥാപനമാണ് ഹിൻഡൻബർഗ്. ബംഗ്ലാദേശിലെ കലാപം ആളിക്കത്തിക്കുന്ന പശ്ചാത്തലത്തിൽ സുപ്രധാന നീക്കവുമായി കേന്ദ്ര സർക്കാർ. ബംഗ്ലാദേശിൽ കലാപം ആളിക്കത്തുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ പ്രത്യേക ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു. BSF ഈസ്റ്റേൺ കമാൻഡ് ADG-യാകും സമിതിക്ക് നേതൃത്വം നൽകുക. ഡൽഹി മദ്യനയ കേസിൽ 17 മാസത്തിനു ശേഷം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉടൻ തന്നെ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിയിൽ പരമാവധി 7 മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം. ഭരണഘടന അനുസരിച്ച് ഡൽഹി മന്ത്രിസഭയുടെ വലിപ്പം നിയമസഭയിലെ അംഗങ്ങളുടെ 10% കവിയാൻ പാടില്ല എന്നുള്ളതാണ്. ഡൽഹി നിയമസഭയിൽ 70 അംഗങ്ങളാണ് ഉള്ളത്. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കേരളത്തിലാകെ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ എടുത്ത ഹർജിയിലാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് VM ശ്യാംകുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. പാരീസ് ഒളിമ്പിക്സിൽ 6ാം മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. വെങ്കല മെഡൽ നേടിയത് അമൻ ഷെറാവത്ത്. 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ഫൈനൽ കാണാതെ പുറത്തായി. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.